പ്രിയപ്പെട്ടവരെ, ജവഹർലാൽ നെഹ്റു തൻ്റെ മകൾ ഇന്ദിരക്കയച്ച കത്താണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധീകൃതമായത്. ഇന്നിതാ തിഹാർ ജയിലിൽ കിടക്കുന്ന തൻ്റെ വാപ്പക്ക്, ക്യാൻസർ ബാധിതനായ വാപ്പക്ക്, ക്യാൻസർ ബാധിതയായ മകൾ എഴുതുന്ന ഉള്ളൊരുക്കുന്ന ഒരു കത്ത് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. ഒരൽപ്പം വേദനയോടെയല്ലാതെ, മനമുരുക്കത്തോടുകൂടെയല്ലാതെ, കേട്ടിരിക്കുന്നവർക്കും വായിക്കുന്നവർക്കുമൊക്കെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഇറ്റി വീണിട്ടല്ലാതെ ഈ കത്തിലെ വരികൾ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത്രമേൽ ഹൃദയത്തെ കരിച്ചു കളയുന്ന ആത്മാവുള്ള വരികളാണ് FBയിൽ ആ മകൾ കുറിച്ചു വച്ചിട്ടുള്ളത്. ആ കത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം. രണ്ടു വർഷത്തിലേറെയായി തിഹാർ ജയിലിൽ കഴിയുന്ന ഈ അബൂബക്കറിന് മകൾ ലീന തബസ്സും ഫേസ്ബുക്കിൽ എഴുതിയ കത്താണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് ആ കത്തിലൂടെ നമ്മുടെ മനസ്സിനെ യാത്രയാക്കാം തിഹാർ ജയിലിലേക്ക്. കാരുണ്യവാനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. പ്രിയപ്പെട്ട വാപ്പക്ക്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഖമാണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. കാരാഗൃഹവാസത്തിൽ എന്ത് സൗഖ്യം? കഴിഞ്ഞ 2 വർഷമായി നല്ല വാർത്തകളൊന്നും കേൾക്കാറില്ല. അവസാനമായി നമ്മൾ കണ്ടത് വീഡിയോ മുലാഖാത്തിൽ സംസാരിച്ചു കഴിഞ്ഞ് വീൽ ചെയറിൽ നിങ്ങളെ ഒരാൾ കൊണ്ടുപോകുന്നതാണ്. ഉപ്പ, ഇന്നേക്ക് നിങ്ങളുടെ അന്യായ തടങ്കലിന് എത്ര നാൾ പിന്നിട്ടുവെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? 782 ദിവസങ്ങൾ. 2022 സെപ്റ്റംബർ 22-ന് NIA നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പലവിധ രോഗപീഠകളാൽ നിങ്ങൾ പ്രയാസമനുഭവിക്കുന്ന കാലമായിരുന്നല്ലോ. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടെ അത് 10 മടങ്ങ് വർദ്ധിച്ചുവെന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ലല്ലോ. അന്ന് വളരെ അപകടകാരിയായ ആമാശയ ക്യാൻസർ ബാധിച്ച് ഒരു മേജർ സർജറിയും അതിൻ്റെ തുടർ ചികിത്സയും കഴിഞ്ഞ പ്രയാസത്തിലും ശരീരത്തിൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെടുന്ന പാർക്കിൻസൺസ് രോഗബാധിതനുമായിരുന്നുവെങ്കിലും വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും നിങ്ങൾ നടന്നാണ് അതിനേക്കാൾ അപകടകാരികളായ NIA ഉദ്യോഗസ്ഥർക്കൊപ്പം പോയത്. ഇന്ന് വീൽ ചെയറിൽ. ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഇപ്പോഴും നിങ്ങളെ അലട്ടാറുണ്ടോ? പ്രഷറും ഷുഗറും ഇപ്പോൾ വളരെ കൂടുതലാവാറുണ്ടെന്ന് പറഞ്ഞിരുന്നുവല്ലോ. നല്ല ചികിത്സക്ക് എന്താണൊരു മാർഗം? ഡയബറ്റിക് റെറ്റിനോപ്പതിക് ഇഞ്ചക്ഷൻ എടുക്കുന്നതും മുടങ്ങി. ഇപ്പോൾ കാഴ്ചക്ക് നല്ലവണ്ണം മങ്ങലുണ്ടോ? എൻ്റെ ഈ കത്ത് നിങ്ങൾ എങ്ങനെ വായിക്കും? പ്രോസ്റ്റേറ്റ് വീക്കം കാരണമുള്ള പ്രയാസങ്ങൾ അലട്ടാറുണ്ടോ? ഇത്രയേറെ മാരക രോഗങ്ങളാൽ കഷ്ടപ്പെടുമ്പോൾ പോലും നിങ്ങൾക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനായി എത്ര ക്രൂരമായ വ്യാജവാദങ്ങളാണ് അന്വേഷണ ഏജൻസി കോടതികളിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കോടതികൾ പോലും കണ്ണു തുറക്കാതെയായോ? നീതി എവിടെ? എവിടെ ജസ്റ്റിസ്? ഉപ്പ, ഞാനും നിങ്ങളെപ്പോലെ മാരകമായ ക്യാൻസർ ബാധിതയാണ്. ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ, സർജറി കഴിഞ്ഞു. ഇപ്പോൾ കീമോതെറാപ്പി ചികിത്സയാണ്. അതിൻ്റെ പലവിധ ക്ലേശങ്ങൾ, മരുന്നിൻ്റെ പാർശ്വഫലമായി ഉണ്ടാവുന്ന അലർജി മൂലം ഇടയ്ക്കിടെ എമർജൻസിയിൽ അഡ്മിറ്റ് ആവാറാണ്. കണ്ണിന് നല്ലവണ്ണം മങ്ങലുണ്ട്. അതികഠിനമായ ക്ഷീണം, ശരീരത്തിലുടനീളം വേദനകൾ. കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ കീമോതെറാപ്പിയുടെ അപകടകരമായ പാർശ്വഫലങ്ങളും പ്രയാസങ്ങളും. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് എൻ്റെ ചികിത്സ തുടങ്ങിയത്. ഇനിയും കീമോതെറാപ്പിയും റേഡിയേഷനും മറ്റുമായി
അടുത്ത ജൂലൈ 2025 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ദീർഘകാല ചികിത്സാ കാലഘട്ടമാണ് എനിക്ക് മുന്നിലുള്ളത്. ദുരിതം നിറഞ്ഞ ഈ അവസ്ഥയിൽ നിങ്ങളുടെ സാമീപ്യമാണ് ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്, എൻ്റെ രോഗശമനത്തിന് അനിവാര്യമായത്. ഉപ്പ, കഴിഞ്ഞ കീമോക്ക് അഡ്മിറ്റായപ്പോൾ നിങ്ങൾ കിടന്നിരുന്ന അതേ റൂമാണ് എനിക്കും കിട്ടിയത്. റൂം നമ്പർ 13. കോർണറിലെ ആ വലിയ റൂം. സർജറി കഴിഞ്ഞ് അവശതയോടെ നിങ്ങൾ കിടന്നത് ഓർത്തു. എത്ര വലിയ സർജറി! ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 9 കുഴലുകൾ, തൊണ്ടക്കുഴി മുതൽ പൊക്കിൾ വരെ നീണ്ട മുറിവ്, കൂടെ കീമോയുടെ അസ്വസ്ഥതകൾ. അന്ന് നിങ്ങൾ ക്ഷീണം, വേദന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സങ്കല്പത്തിലെ ഒരു മാക്സിമം ക്ഷീണവും വേദനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അനുഭവത്തിലൂടെ അറിയുന്നുണ്ട്, സങ്കല്പങ്ങൾക്ക് അതീതമാണ് ക്യാൻസറിൻ്റെ ഓരോ വേദനയും പ്രയാസങ്ങളും ക്ഷീണവുമെന്ന്. ഉപ്പ, എന്തൊക്കെ കെട്ടുകഥകളാണ് NIA നിങ്ങൾക്കെതിരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ നിർമ്മിത ബുദ്ധിയിൽ തോന്നിയത്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട കുറ്റപത്രത്തിൽ കുത്തും കോമയും അർത്ഥവിരാമവും അല്ലാതെ മറ്റെന്താണ് അതിൽ സത്യമായിട്ടുള്ളത്? കള്ളക്കഥകൾക്കാവട്ടെ പൂർണ്ണ വിരാമം ഉണ്ടാവില്ലല്ലോ. 2047 ഇന്ത്യയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ കൊടുവാളുമായി ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് സൈനിക നീക്കം നടത്താൻ ശ്രമിച്ചത്രേ. എൻ്റെ പിതാവിൻ്റെ ബുദ്ധിയെയും വിവേകത്തെയും ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിലാണ് എൻ്റെ സങ്കടം. കെട്ടുകഥകൾക്കും വേണ്ടേ മിനിമം യുക്തി. കഴിഞ്ഞ 30 കൊല്ലക്കാലം പോകുന്ന ഇടങ്ങളിലെല്ലാം സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പാടുകയും പാടിപ്പിക്കുകയും ചെയ്തവർ എന്നു മുതലാണ് രാജ്യദ്രോഹികളായത്? എനിക്ക് പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെങ്കിലും നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ നിങ്ങൾ പങ്കുവെക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾ പങ്കുവെച്ച ഒരനുഭവം ഞാൻ ഓർക്കുന്നു. ഒരു യോഗത്തിൽ വച്ച് ഒരാൾ നിങ്ങളോട് റിഹാബ് നൽകുന്ന സാമ്പത്തിക സഹായങ്ങൾ മുസ്ലിം അല്ലാത്തവർക്കും നൽകുമോ എന്ന് ചോദിച്ചു. മുസ്ലിംകൾക്കും നൽകില്ല എന്ന് നിങ്ങളുടെ മറുപടി. സദസ്സ് മുഴുവൻ വിശദീകരണത്തിനായി അത്ഭുതത്തോടെ നിങ്ങളെ നോക്കിയത്. ആവശ്യക്കാർക്ക് മാത്രമേ നൽകൂ, ഫോർ ദ നീഡി പീപ്പിൾ ഓൺലി എന്ന നിങ്ങളുടെ മറുപടി. വിശപ്പിനും ദാരിദ്ര്യത്തിനും രോഗത്തിനും മതമോ ജാതിയോ ഇല്ല. ഹിന്ദു ക്യാൻസർ, മുസ്ലിം ക്യാൻസർ, ഹിന്ദു വിശപ്പ്, മുസ്ലിം വിശപ്പ് എന്നിങ്ങനെയുണ്ടോ ഒരു വേർതിരിവ്? രോഗം രോഗവും വിശപ്പ് വിശപ്പുമാണ്. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും സിഖുകാരനും ദലിതനും ആദിവാസിയുമെല്ലാം കലഹവും കലാപവുമില്ലാതെ സാഹോദര്യത്തോടെ ജീവിക്കുന്ന സഹിഷ്ണുവായ ഒരു ഇന്ത്യയാണ് നിങ്ങളുടെ സങ്കല്പമെന്ന് അവിടെ വിശദീകരിച്ചത്. എന്നിട്ടും ഉപ്പ, നിങ്ങളെ എങ്ങനെ, എന്തിന് അവർ ഹിന്ദു വിരോധിയാക്കി കഥകൾ മെനയുന്നു? ഉപ്പ, എനിക്ക് നിങ്ങളെ കാണാൻ വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇനിയും വളരെ കാലം ചികിത്സ തുടരേണ്ടതുണ്ട്. നിങ്ങളെ കാണാൻ അവിടേക്കുള്ള ദീർഘയാത്ര ഇൻഫെക്ഷനാവാൻ കാരണമാകും. നിങ്ങളെ കാണാനും ഒന്ന് കെട്ടിപ്പിടിക്കാനും അങ്ങനെ എൻ്റെ പ്രയാസങ്ങളും വേദനകളും ഇല്ലാതെയാവാനും രോഗശമനത്തിനും നമ്മളുടെ ഈ രോഗാവസ്ഥയിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവാനും സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് ഒരു മാർഗം കാണിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ. അവസാനമായി ഒരു കാര്യം ഉപ്പ, ക്യാൻസറിൻ്റെ എതിരില്ലാത്ത വേദനയുടെ തീരത്ത് നിന്ന് ഞാൻ തുന്നിയ ഒരു സഞ്ചി കൊടുത്തയച്ചിരുന്നു. അത് കിട്ടിക്കാണുമല്ലോ. ഞാൻ എൻ്റെ തീരാത്ത സൂചിക്കുത്ത് വേദനയിൽ നിന്ന് ഊരിയെടുത്ത സൂചിയും തോരാത്ത കണ്ണീരിൽ നിന്ന് നൂറ്റെടുത്ത നൂലിലും തീർത്തതാണത്. അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട് ഉപ്പ, അതിൽ ഒരു ചുംബനം നൽകണം, ഒരുമ്മ. എങ്കിൽ ഞാൻ കൃതാർത്ഥയായി. ഉപ്പയുടെ ലിനു, ലീന തബസ്സും EA. പ്രിയപ്പെട്ടവരെ, കണ്ഠമിടറാതെ കണ്ണു നനയാതെ
വായിക്കാൻ കഴിയാത്ത ഒരു കത്താണ് നമ്മളിവിടെ വായിച്ചത്. ലോകത്തിനൊന്നംഗം മാതൃകയായ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണകൂട ഭീകരതയുടെ ഒരിരയുടെ രോദനമാണ്, നൊമ്പരമാണ് നമ്മളിതിലൂടെ കേട്ടത്. ഈ രാജ്യത്തെ പടച്ച റബ്ബ് സഹായിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. എല്ലാ ഇരകൾക്കും നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ആഗ്രഹിക്കാം.